എന്റെ വർക്ക് ഫ്ലോ ഫാസ്റ്റർ ആക്കാനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഇന്റേണൽ ടൂൾ. ഇനി ഇതിന്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് എല്ലാം വളരെ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. അത് പറയുന്നതിന് മുമ്പ് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ റീക്യാപ്പ് തരാം. ആക്ച്വലി ഞാൻ ഒരു ക്രിയേറ്റീവ് ഡിസൈനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ പോസ്റ്റേഴ്സ്, റീൽസ് കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്യണം. ആ റിവ്യൂയിങ് പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്. ആ ഒരു സംഭവത്തിനും കൂടെ ഫാസ്റ്റർ ആക്കിയാലോ എന്ന് വിചാരിച്ചു. ആൻഡ് ഐ എം ഓൾസോ എ ഫ്ലട്ടർ ഡെവലപ്പർ. അതുകൊണ്ട് തന്നെ എന്റെ വർക്ക് ഫ്ലോക്ക് മാച്ച് ആയ ഒരു കൊളാബറേറ്റീവ് ടൂൾ, അതായത് ഒരു ഇന്റേണൽ കൊളാബറേറ്റീവ് ടൂൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിലും നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി വാച്ച് ചെയ്താൽ മതി. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഈ ടൂളിന് വേണ്ടി ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു റിയൽ ടൈം ഡാറ്റാബേസ് വേണം. അതിനായിട്ടാണ് ഞാൻ ഫയർബേസ് ചൂസ് ചെയ്തത്. ബട്ട് അതിന്റെ സ്റ്റോറേജിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ സ്റ്റോറേജിന് വേണ്ടി മാത്രം സൂപ്പർബേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒതന്റിക്കേഷനും ഈ കമന്റും കാര്യങ്ങളെല്ലാം ഫയർബേസ് വെച്ച് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത്, അപ്പൊ സ്റ്റോറേജിന് വേണ്ടി മാത്രം ഞാൻ സൂപ്പർബേസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് ഈ ആപ്പ് ഞാൻ 100% ഫ്രീ ആയിട്ട് റൺ ചെയ്യാനാണ് നോക്കുന്നത്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഫോർ ദ ഇനീഷ്യൽ സ്റ്റേജ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം. എന്തുകൊണ്ട് നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്യണം, പിന്നെ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണത്, ഇതെല്ലാം അപ്കമിങ് വീഡിയോസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫോളോ ചെയ്യുക. പിന്നെ ഡെവലപ്പർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.